ഗൈസ് 2 മണി ആവാനായി, പുലർച്ചെ 2 മണി. അപ്പൊ എന്താ വെച്ചാല് നമ്മള് ചായ കുടിക്കാൻ പോവുകയായി. അപ്പൊ ചായ കുടിക്കാൻ വണ്ടി ഇല്ലല്ലോ പോവാന്. അപ്പൊ നമ്മൾ നടക്കുകയാണ് ഗൈസ്. ചായ അറിയാലോ, ചായ കാരണം നമുക്ക് ജീവനാണ്. പെട്രോൾ പമ്പ് ഉണ്ടാക്കാൻ എത്ര പൈസ വേണം? അതിൽ 5 കോടി ചൂടെ ഞാൻ പറഞ്ഞു. അപ്പൊ ഇവൻ പറഞ്ഞു ഷെയ്ക്കായിട്ട് നേരിട്ട് ഇടപെട്ട് കഴിഞ്ഞാല് ചുളുവിൽ എണ്ണ കിട്ടുമെന്ന്. നിങ്ങളെല്ലാവരോടും ഉറങ്ങുമ്പോ ഞങ്ങൾ ഷെയ്ക്കായിട്ട് ഡീലിങ്സ് ആണ്. ചെറിയ ചെറിയ കാര്യങ്ങളല്ല, വലിയ വലിയ ഡീലിങ്സ്. പെട്രോള്, ഷെയ്ക്ക്, ദുബായ്. ഞങ്ങളിപ്പോഴും ബിസിനസ് മൈൻഡ് ആണ്. രാത്രി 2 മണിയായാലും പുലർച്ചെ 3 മണിയായാലും. ഈ ശ്രീകൃഷ്ണ ജയന്തി എന്താ ചോദിച്ചേ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ പരിപാടിയില്ല. ഇവരോട് ചോദിച്ചു. ഇവൻ പറഞ്ഞു ബാലകൃഷ്ണൻ ഉണ്ട്, ഗോപാലകൃഷ്ണൻ, ലിറ്റിൽ കൃഷ്ണൻ ഉണ്ട്. അതെ, ലിറ്റിൽ കൃഷ്ണൻ നമുക്ക് അറിയണ്ടേ? ബാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ ഏതാന്ന് എനിക്കറിയേണ്ടത്. ലിറ്റിൽ കൃഷ്ണൻ പോട്ടെ, അത് പോട്ടെ. ലിറ്റിൽ കൃഷ്ണൻ മറ്റേ കുഞ്ഞിക്കണ്ണൻ ലിറ്റിൽ കൃഷ്ണൻ കുഞ്ഞിക്കണ്ണൻ. നിങ്ങൾക്ക് ശ്രീകൃഷ്ണ ജയന്തി എന്ന് അറിയണമെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് പോകണം. ആരോപണം വിവീഷ്, ഞാൻ പർവേസ് ആലം. അതുകൊണ്ട് എനിക്കറിയില്ല. ശ്രീകൃഷ്ണ ജയന്തിക്ക് വാമനം വരുന്ന ടീം തലക്ക് വപ്പടം ഒട്ടിച്ചിട്ട് വാമനം വരും. ഇത് ഉറവ പൊട്ടിയത് മണ്ടം പറയുന്നത്. ഇത് ഉറവ പൊട്ടിയത് റോഡില് പൈപ്പ് പൊട്ടി കിടക്കുന്നുണ്ട്. അപ്പൊ വീഴ്ച കൊറേ കാലങ്ങളൊക്കെ ഉറവ പൊട്ടിയാണ്. നമ്മള് ചായക്കടയിലെത്തി. കടയിൽ ചായക്കടയിൽ പെൺകുട്ടികളുണ്ട്. അപ്പൊ നമ്മള് കുറച്ച് സ്റ്റാൻഡ് ആവുന്നതാണ്. മുടി ജീവി വെച്ചിട്ടുണ്ട്. നല്ല മുന്ന് ചായ, നല്ല കല്ല് മുട്ടായി. പട്ടിപ്പുച്ഛം, പൂച്ചക്ക് പട്ടിപ്പുച്ഛം. 3 റുപ്യയുടെ കടി വേസ്റ്റായി. കോപ്പറേറ്റീവിലെ കടികളില്ല, ചായ കിടിലു. പക്ഷെ കടികളില്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്ത കടയിലേക്ക് നടക്കുകയാണ്. 90. സമാധാനം വേണേ, അക്രമം കാണിക്കല്ലേ. എടുക്കട്ടെ. ചായ കുടിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഭയങ്കര കുറ്റബോധം, നടക്കാൻ ഭയങ്കര മടി. 370 റുപ്യ പോയി. ആരും വരില്ല, നമ്മൾ നടന്നെത്തണം. പോലീസ് വന്ന് പിടിച്ചോണ്ട് പോവേ. പഞ്ചായത്തിനാണ് കേട്ടോ, നല്ല പൈസ കൊടുക്കേണ്ടി വരും. ബൈ.